ഈ വർഷത്തെ മൈസൂർ ദസറ ആഘോഷം വെറും ഒരു സാംസ്കാരിക വിരുന്നായിരുന്നില്ല. രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾ എത്രത്തോളം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു. അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിനെ ഉദ്ഘാടകയായി ക്ഷണിച്ച സർക്കാരിന്റെ നടപടിയെ BJP ഉൾപ്പെടെയുള്ള വലതുപക്ഷ ശക്തികൾ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമായി ഉപയോഗിച്ചു. സാംസ്കാരിക ഐക്യത്തിന്റെ ചിഹ്നമായ ദസറയെ വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഇതിന് പിന്നിൽ. ദസറ ആരംഭിക്കുന്ന ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ ആഗമിക പൂജയുടെ പേര് പറഞ്ഞാണ് വലതുപക്ഷം എതിർപ്പുകൾ ഉയർത്തിയത്. ഒരു മുസ്ലിം വ്യക്തി ഈ പരമ്പരാഗത പൂജാ ചടങ്ങിൽ പങ്കെടുത്താൽ ഹൈന്ദവ ആചാരങ്ങൾ ലംഘിക്കപ്പെടുമെന്നും മതവികാരം വ്രണപ്പെടുമെന്നും അവർ വാദിച്ചു. കൂടാതെ ബാനു മുഷ്താഖിന്റെ ചില പഴയ പ്രസ്താവനകളെ വളച്ചൊടിച്ച് വ്യക്തിപരമായ ആക്രമണങ്ങൾക്കും അവർ മുതിർന്നു. പക്ഷേ ഈ വർഗീയ രാഷ്ട്രീയ നീക്കത്തിനെതിരെ നീതിന്യായ വ്യവസ്ഥ ശക്തമായി തന്നെയാണ് പ്രതികരിച്ചത്. ദസറ ഉദ്ഘാടനം തടയണമെന്നാവശ്യപ്പെട്ട് വലതുപക്ഷ സംഘടനകൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ഇതൊരു സംസ്ഥാനത്തിന്റെ പരിപാടിയാണ്. മതത്തിന്റെ പേരിൽ ഒരു വ്യക്തിയെ മാറ്റി നിർത്താൻ ഭരണകൂടത്തിന് കഴിയില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ അടിയറവ് വെക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് കോടതി നൽകിയത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഉറച്ച നിലപാട് ഈ സംഭവത്തിൽ നിർണായകമായി. രാഷ്ട്രീയം കളിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് വേളയിലാണ്, അല്ലാതെ സാംസ്കാരിക ആഘോഷങ്ങളിലല്ല എന്ന് മുഖ്യമന്ത്രി പ്രതിഷേധക്കാർക്ക് ശക്തമായ മറുപടി നൽകി. ദസറ ഏതെങ്കിലും ഒരു മതത്തിന്റെ സ്വകാര്യ സ്വത്തല്ല എന്ന സർക്കാരിന്റെ പ്രഖ്യാപനം ഭൂരിപക്ഷവാദത്തിനുള്ള കൃത്യമായ മറുപടിയായിരുന്നു. എല്ലാ ഭീഷണികളെയും എതിർപ്പുകളെയും അവഗണിച്ച് ഉദ്ഘാടനം നിർവഹിച്ച ബാനു മുഷ്താഖ് തന്റെ പ്രസംഗത്തിലും വിമർശകർക്ക് മറുപടി നൽകി. ഈ ലോകം വിദ്വേഷത്താൽ മുന്നോട്ടു പോകുമ്പോൾ മൈസൂർ ദസറ സമാധാനത്തിനായുള്ള ആഹ്വാനമാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു. കന്നഡ സംസ്കാരം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന സർവ്വ ജനാംഗത ശാന്തിയാ തോട്ട ആണെന്ന അവരുടെ വാക്കുകൾ വേർതിരിവ് തേടുന്നവർക്കുള്ള മറുപടി കൂടിയായിരുന്നു. ഈ സംഭവം ഇന്ത്യയുടെ ബഹുസ്വര പാരമ്പര്യത്തിൽ ഒരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തുകയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ ബലികഴിക്കാൻ തയ്യാറല്ല എന്ന ശക്തമായ പ്രഖ്യാപനമാണ് കർണാടക സർക്കാർ നടത്തിയത്. മതേതരത്വം എന്നത് കേവലം ഒരു നിയമവാക്യം മാത്രമല്ല, അതൊരു പ്രതിരോധമാണെന്നും ഈ ദസറ ഉദ്ഘാടനം തെളിയിക്കുന്നു. സാംസ്കാരിക ആഘോഷങ്ങളെ പോലും രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് നീതിന്യായ വ്യവസ്ഥയും ശക്തമായ ഭരണകൂട ഇച്ഛാശക്തിയും ഒരുമിച്ചാൽ എങ്ങനെ മറുപടി നൽകാം എന്നതിന്റെ ഉദാഹരണമാണ് ഇത്തവണത്തെ ദസറ. നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ സ്വഭാവം വിഭജനത്തിലല്ല, മറിച്ച് ഉൾക്കൊള്ളലിലാണ് നിലനിൽക്കുന്നതെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നു.